ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പറയാൻ പോണത് നമ്മുടെ അടുക്കളയിലുള്ള സവാള ഉപയോഗിച്ച് മുടി വർദ്ധിപ്പിക്കാനുള്ള ചില ടിപ്സാണ്. നമ്മൾ ഇതിനു മുൻപ് സവാളയുടെ ഗുണങ്ങളും മുടിയിൽ സവാള എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നൊക്കെ ചേർത്തിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ട് അതുപോലെ ട്രൈ ചെയ്ത് ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മുടി കിളിർത്ത് വരുന്നത് കാണാൻ കഴിയുന്നുണ്ടെന്ന് പോലും കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സവാള അത്രത്തോളം എഫക്റ്റീവ് ആണെന്ന്. അപ്പോൾ സവാള മാത്രമല്ല കേട്ടോ, 3 തരത്തിലുള്ള ഉള്ളികളും നമുക്ക് മുടി വളരാൻ സഹായിക്കുന്നതാണ്. അതായത് ചുവന്നുള്ളി, സവാള, വെളുത്തുള്ളി. ഇവ മൂന്നും നമുക്ക് മുടി വളരാൻ ഉപയോഗിക്കാം. ഇതിൽ മൂന്നിലും സൾഫർ കണ്ടന്റ് ഉണ്ട്. ഇതിലുള്ള സൾഫർ കണ്ടന്റ് ആണ് മുടി വളരാൻ സഹായിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് സവാള മുടി വളരാൻ എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ഒരു വലിയ സവാള എടുത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. ചെറിയ പീസാക്കി മുറിച്ചെടുത്ത് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ നീരെടുത്ത് നേരിട്ട് തലയോട്ടിയിലും തലമുടിയിലും തേച്ച് പിടിപ്പിക്കുക. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പലർക്കും അത് കണ്ണിലേക്ക് ഇറങ്ങി കണ്ണിന് നീറ്റലുണ്ടാകും. പിന്നെ തലയോട്ടിയിൽ തന്നെ ചിലർക്ക് സെൻസിറ്റീവായിട്ട് സ്കിന്നുള്ളവർക്കൊക്കെ തലയോട്ടിയിൽ തന്നെ നീറ്റലുണ്ടാകും. ചിലർക്ക് ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് ഉപയോഗിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ ഏറ്റവും നല്ലത് സവാള നീര് നേരിട്ട് പുരട്ടുന്നത് തന്നെയാണ്. നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നത് സവാള നീര് പുരട്ടുമ്പോഴാണ്. അപ്പോൾ കഴിയാവുന്നവർ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആഴ്ചയിൽ 2-3 തവണ ഒരു മാസം കൃത്യമായിട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം അനുഭവിച്ചറിയാൻ സാധിക്കും. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് ഒരു വലിയ സവാളയുടെ നീരും 2 ടേബിൾ സ്പൂൺ തേനും മിക്സ് ചെയ്തിട്ട് തലയോട്ടിയിലും തലമുടിയിലും തേച്ച് പിടിപ്പിക്കാം. ഇതും 20 മിനിറ്റ് കഴിഞ്ഞ് കഴുകി കളയാം. ഇതും ആഴ്ചയിൽ 2-3 തവണ ചെയ്താൽ മതി. ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാകും. അടുത്തതായിട്ട് പറയുന്നത് സവാള നീരിനൊപ്പം ആവണക്കെണ്ണ മിക്സ് ചെയ്ത് പുരട്ടുന്നതാണ്. ഒരു വലിയ സവാളയുടെ നീരെടുക്കുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ ആവണക്കെണ്ണ മിക്സ് ചെയ്തിട്ട് പുരട്ടാം. ഇങ്ങനെ ചെയ്യുന്നതും തലമുടി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അപ്പോൾ എപ്പോഴും സവാള നീര് നേരിട്ട് പുരട്ടുന്നത് തന്നെയാണ് നല്ലത്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വല്ല നീറ്റലോ മറ്റോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ഇനി പറയുന്ന വഴി പരീക്ഷിച്ച് നോക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 2 വലിയ സവാള എടുത്തിട്ട് ചെറിയ പീസാക്കിയിട്ട് മുറിക്കാം. അല്ലെങ്കിൽ ഒരു വലിയ സവാള എടുത്തിട്ട് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. എന്നിട്ട് അത് 1 ലിറ്റർ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ തിളപ്പിച്ചെടുക്കുമ്പോൾ സവാളയിലെ സൾഫർ കണ്ടൻറ്റ് വെള്ളത്തിലേക്ക് ചേരും. എന്നിട്ടിത് ഒരു 10 മിനിറ്റ് നേരം നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഇത് തണുക്കാൻ അനുവദിക്കുക. ഈ വെള്ളം തണുത്തതിന് ശേഷം ഇതിലുള്ള സവാളയൊക്കെ ഊറ്റി മാറ്റിയെടുത്തിട്ട് ഈ വെള്ളം കൊണ്ട് മുടി കഴുകുക. അപ്പോൾ മുടി കഴുകേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ വെള്ളം ലാസ്റ്റ് തലമുടിയിൽ ഒഴിക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റിന് ശേഷം നന്നായിട്ട് മുടി നമ്മൾ ടവല് വെച്ച് തോർത്തിയെടുക്കാം. അപ്പോൾ നമ്മുടെ മുടിയിൽ ഈ സവാളയിലെ സൾഫർ കണ്ടൻറ്റൊക്കെ മുടിയിൽ അങ്ങനെ നിൽക്കും. അതാണ് ഏറ്റവും നല്ല വഴി. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ മുടിക്ക് നല്ല സ്മെല്ലുണ്ടാവും. സവാളയുടെ ഒരു റോ സ്മെല്ല് എന്തായാലും ഉണ്ടാവും. അപ്പോൾ സ്മെല്ല് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. പലരും പറയുന്നുണ്ട് സവാളയുടെ മണം ഇഷ്ടമല്ലെങ്കിലും മുടി വളരുന്നതുകൊണ്ട് സവാള ഇഷ്ടപ്പെടുന്നു എന്ന്. അപ്പോൾ മുടി വളരുന്നു അത്രയും ഉറപ്പുള്ള കാര്യമാണ്. പിന്നെ നിങ്ങൾക്ക് സ്മെല്ല് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ ഏതെങ്കിലും എസെൻഷ്യൽ ഓയിൽ ഒഴിച്ചിട്ട് 2-3 ഡ്രോപ്പ് എസെൻഷ്യൽ ഓയിൽ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് അതുകൊണ്ട് മുടി കഴുകിയാലും മതി. അപ്പോൾ അത്ര ഒരു സ്മെല്ല് ഉണ്ടാവില്ല. എങ്കിലും സവാള മുടിയിൽ യൂസ് ചെയ്താൽ കുറച്ചൊക്കെ സ്മെല്ലുണ്ടാവും. ഇപ്പോൾ നമ്മൾ സവാള എങ്ങനെയൊക്കെ മുടിയിൽ ഉപയോഗിക്കാമെന്നുള്ളത് പറഞ്ഞു. ഇനി അടുത്തത് പറയുന്നത് ചുവന്നുള്ളിയാണ്. ഇപ്പോൾ സവാള നമ്മളിപ്പോൾ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം അതേ രീതിയിൽ നമുക്ക് ചുവന്നുള്ളി യൂസ് ചെയ്യാം. പിന്നെ ചുവന്നുള്ളി കൊണ്ട് നമുക്ക് എണ്ണ കാച്ചിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. ചുവന്നുള്ളി കൊണ്ട് എണ്ണ കാച്ചിയിട്ട് യൂസ് ചെയ്യുമ്പോൾ അതൊന്നുകൂടെ നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. കാരണം ഡെയിലി ഇത് ചതച്ചെടുക്കാനും ചോപ്പ് ചെയ്തെടുക്കാനും തിളപ്പിച്ചെടുക്കാനും ഒന്നും നിൽക്കണ്ട. നമുക്ക് എണ്ണ കുടിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുൻപ് എണ്ണ പുരട്ടിയാൽ മതി. അപ്പോൾ ചുവന്നുള്ളി വെച്ചിട്ട് നിങ്ങൾക്ക് എണ്ണ കാച്ചുന്നത് അറിയില്ലെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനതിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും.
പിന്നെ അടുത്തതായിട്ട് വെളുത്തുള്ളി എങ്ങനെ മുടി വളരാൻ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. വെളുത്തുള്ളി ഉപയോഗിക്കുമ്പോഴുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ സവാളയും ചുവന്നുള്ളിയും യൂസ് ചെയ്യുമ്പോൾ മുടിക്ക് നല്ല സ്മെല്ല് ഉണ്ടാകും. വെളുത്തുള്ളി യൂസ് ചെയ്യുമ്പോൾ അത്ര ഒരു സ്മെല്ല് ഉണ്ടാവില്ല. വെളുത്തുള്ളിക്ക് വേറൊരു സ്മെല്ലാണല്ലോ, അപ്പോൾ അത്രത്തോളം നമുക്ക് ഇറിറ്റേറ്റ് ആവുന്ന സ്മെല്ല് ഉണ്ടാവില്ല. അപ്പോൾ അതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു വെളുത്തുള്ളി അല്ലി എടുത്തിട്ട് മുറിച്ചെടുക്കുക. ആ മുറിച്ച ഭാഗം എടുത്തിട്ട് തലയോട്ടിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ മുടിയിൽ മുഴുവനായിട്ടും ഓരോ വെളുത്തുള്ളി അല്ലി എടുത്തിട്ട് മസാജ് ചെയ്ത് നന്നായിട്ട് പിടിപ്പിക്കുക. എന്നിട്ട് ഒരു 20 മിനിറ്റിന് ശേഷം തല കഴുകുക. അങ്ങനെ ചെയ്താലും മുടി വളരാൻ നല്ലത് തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ സവാള കൊണ്ടും ചുവന്നുള്ളി കൊണ്ടും വെളുത്തുള്ളി കൊണ്ടും ഒക്കെ മുടി വളരാനുള്ള കുറച്ച് ടിപ്സ് പറഞ്ഞു. നിങ്ങൾക്ക് സ്യൂട്ടാവുന്നത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്